നെയ്യാറ്റിൻകര ഗോപന്റെ സമാധി വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കി ഹിന്ദു ഐക്യവേദി. നിയമത്തിന്റെ വഴിക്ക് പോകണമെന്ന് ഹിന്ദു ഐക്യവേദിയുടെ നിലപാട്. ജില്ലാ ഭരണകൂടം ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് കരുതുന്നുവെന്നും ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി സന്ദീപ് തമ്പാനൂർ ജനം ടിവിയോട് പറഞ്ഞു. ആദ്യം അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. സമാധി വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ടായിട്ടുള്ള ഹിന്ദു ഐക്യവേദിയുടെ പേരിലുള്ള വിവാദങ്ങളെല്ലാം തന്നെ അവാസ്തവമാണ്. ഹിന്ദു ഐക്യവേദിക്ക് അത്തരത്തിലുള്ള നിലപാട് ഈ വിഷയത്തിൽ ഒരു സമയത്തും സ്വീകരിച്ചിട്ടില്ല. ഹിന്ദു ഐക്യവേദിയുടെ പ്രഖ്യാപിതമായ നിലപാട് ഇക്കാര്യത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നിട്ടുള്ള പരാതികൾ ഉയർന്ന സ്ഥിതിക്ക് നിയമപരമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഹിന്ദു ഐക്യവേദിയുടെ നിലപാട്. ഇതിന് ജില്ലാ ഭരണകൂടമാണ് ഇതിന് മുൻകൈയെടുക്കേണ്ടത്. ജില്ലാ ഭരണകൂടം അത്തരത്തിലുള്ള നടപടികൾ, നിയമപരമായ നടപടികൾ, ആ കുടുംബത്തിനെ കൂടി ഇതിന് പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള നടപടികൾ എടുക്കുന്നത് ഉചിതമാകും എന്നുള്ളൊരു അഭിപ്രായം മാത്രമാണ് ഹിന്ദു ഐക്യവേദിക്ക് പറയുവാനുള്ളത്. പിന്നെ മറ്റൊരു വശം, ചില തൽപര കക്ഷികൾ, ചില തീവ്രവാദ സംഘടനകൾ ഇതിൻ്റെ എതിർഭാഗത്ത് നിന്നുകൊണ്ട് ഇതിനെ ആ സമാധി എന്ന് പറയുന്ന ആ മഹത്തായ ആ ഒരു കാര്യത്തെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നതായി ഹിന്ദു ഐക്യവേദി ആശങ്ക പ്രകടിപ്പിക്കുകയാണ്. അത്തരത്തിലുള്ള ഏത് നീക്കത്തെയും ചെറുത്ത് തോൽപ്പിക്കപ്പെടും എന്നുള്ള കാര്യം കൂടി ഇക്കാര്യത്തിൽ സൂചിപ്പിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. വാർത്തയുടെ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, വളരെ കൃത്യമായി ഹിന്ദു ഐക്യവേദി ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. അതായത് സമാധി എന്നത് ഹൈന്ദവതയുമായി ബന്ധപ്പെട്ടതാണ്, സനാതനധർമ്മവുമായി ബന്ധപ്പെട്ടതാണ്. അതിനെ അപകീർത്തിപ്പെടുത്തുന്നതിനെതിരായ ഒരു സമീപനമാണ് ഹിന്ദു ഐക്യവേദി ഈ വിഷയത്തിൽ സ്വീകരിച്ചത്. ഒപ്പം ആ കുടുംബത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നിയമപരമായ നടപടികൾ മുന്നോട്ട് പോകട്ടെ എന്ന് ഹിന്ദു ഐക്യവേദി പറയുകയാണ്. നിലപാട് വളരെ വ്യക്തമല്ലേ പ്രശാന്ത്? ദിലീപ, തീർച്ചയായും ഹിന്ദു ഐക്യവേദിയുടെ നിലപാട് കുറച്ചുകൂടി വ്യക്തത വരുത്തിക്കൊണ്ടാണ് ഇന്ന് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ സന്ദീപ് തമ്പാനൂർ ജനം ടിവിയോട് പറഞ്ഞത്. അതായത് ഹിന്ദു ഐക്യവേദിക്കെതിരായ തെറ്റായ രീതിയിൽ പ്രചരണങ്ങൾ ഇപ്പോൾ ഈ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമി എന്ന ആളുടെ സമാധിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരികയാണ്. പല കോണിൽ നിന്നും അത്തരത്തിൽ വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഹിന്ദു ഐക്യവേദിയുടെ എന്ന രീതിയിലുള്ള പ്രചരണങ്ങളൊക്കെ ഈ അടുത്ത കാലത്തായിട്ട് ഈ വിഷയത്തിൽ വരികയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഒന്നുകൂടി നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ഹിന്ദു ഐക്യവേദി രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് ഈ വിഷയത്തിൽ ഒരു വിവിധ ഇടങ്ങളിൽ പരാതി വന്നിരിക്കുന്നു. മാത്രമല്ല കേസുമായി ബന്ധപ്പെട്ട് തന്നെ സമാധി എന്ന് പറയുന്ന അതിൽ തന്നെ ചില അവ്യവസ്ഥകൾ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ കൃത്യമായ ഒരു ജനങ്ങൾക്കും കൃത്യമായി എന്താ സംഭവിച്ചതെന്ന് അറിയേണ്ടിയിരിക്കുന്നു. അതിനൊപ്പം തന്നെയാണ് ഹിന്ദു ഐക്യവേദിയുടെ നിലപാടെന്ന് അതായത് കുറച്ചുകൂടി വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകട്ടെ. പോലീസും ജില്ലാ ഭരണകൂടവും എന്ത് നടപടി ഇതിൽ സ്വീകരിക്കുന്നുവോ അതിനൊപ്പം തന്നെയാണ് ഈ ഹിന്ദു ഐക്യവേദിയുടെ നിലപാട് എന്ന് അല്പസമയം മുമ്പ് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന സെക്രട്ടറി നമ്മളോട് പറഞ്ഞു. അതിനൊപ്പം അദ്ദേഹം കൂട്ടിച്ചേർത്ത മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതിൽ കുറച്ചുകൂടി പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതായത് നമുക്കറിയാം, ഈ ആർഷഭാരത പാരമ്പര്യം അനുസരിച്ച്, സനാതന ധർമ്മ പാരമ്പര്യം അനുസരിച്ചൊക്കെ നമ്മൾ ഈ സമാധിയെ വളരെ ഹൈന്ദവ ജനങ്ങൾ ഈ സമാധിയെ വളരെ പുണ്യമായി പരിപാവനമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇപ്പോൾ നടന്നൊരു വിഷയവുമായി കണക്ട് ചെയ്തുകൊണ്ട് ഈ സമാധി എന്നത് ഒരു തെറ്റായ സംഭവമാണ്, അല്ലെങ്കിൽ സമാധി എന്നൊരു പരിഹാസം ഉളവാക്കുന്ന സംഭവമാണ് എന്നതടക്കം ചിത്രീകരിച്ചുകൊണ്ട് വക്രീകരിച്ചുകൊണ്ടൊരു വ്യാജ പ്രചരണം ഈ SDPI അടക്കമുള്ള തീവ്രവാദ സ്വഭാവമുള്ള ചില സംഘടനകൾ ഇതിനെ കൂട്ടുപിടിച്ചുകൊണ്ട് നടത്തുന്നുണ്ടായിരുന്നു. അത്തരം പരാമർശങ്ങൾക്കെതിരെ മാത്രമാണ് തങ്ങളുടെ അഭിപ്രായം ഉണ്ടായിരിക്കുന്നത്. അതിനെ കളങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള പരാമർശം, ആ ഒരു സമാധി എന്ന പാരമ്പര്യമായി കാണുന്ന, ആ ഒരു പുണ്യമായി കാണുന്ന ആ ഒരു പുണ്യപ്രവൃത്തിക്ക് അല്ലെങ്കിൽ അതിനോടുള്ള എതിർപ്പിനെ മാത്രമാണ് തങ്ങൾ വിയോജിപ്പ് അറിയിച്ചത്. അല്ലാതെ ഈ കേസുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കേസിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സർക്കാരും അതോടൊപ്പം തന്നെ ഈ ജില്ലാ ഭരണകൂടവും പോലീസും ഒക്കെ നീങ്ങുന്ന ഒരു നടപടിക്കെതിരെയും ഹിന്ദു ഐക്യവേദി നിലപാട് പറഞ്ഞിട്ടില്ല എന്നും അറിയിക്കുകയും ചെയ്തു. നീലിമ. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്.